ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ 21ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിച്ചതെല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് പറഞ്ഞു തരാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു വീനെക്ക് കോളറുള്ള ഒരു കുർത്തിയാണ്. അപ്പം തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് ഈ കുർത്തി തയ്ക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിത് കട്ട് ചെയ്യുന്ന പഠിപ്പിക്കാം, അടുത്ത ക്ലാസ്സിൽ സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കാം. അപ്പം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന അളവെന്ന് പറയുന്നത് 38 ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു കുർത്തിയാണ്. അപ്പം 38 ഇഞ്ച് ലെങ്ത് ഉള്ള കുർത്തിക്ക് നമ്മൾ 40 ഇഞ്ച് ലെങ്ത് ഇടും. ഇതാ 40 ഇഞ്ച് ലെങ്തിൽ നമ്മൾ അടയാളപ്പെടുത്തി. ഇനി ഇതിൻ്റെ കുറച്ച് വേസ്റ്റ് ഭാഗമുണ്ട്, അത് നമുക്ക് വരച്ചിട്ട് കട്ട് ചെയ്തങ്ങ് മാറ്റാം. അപ്പം 40 ഇഞ്ച് ലെങ്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. 38 ഇഞ്ച് ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടി 40 ഇഞ്ച് ഞാൻ എടുത്തു. ഇനി നമ്മൾ കോളർ കുർത്തിയല്ലേ, അപ്പം ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത്, ഷോൾഡർ എടുക്കാൻ, ഇനി ഷോൾഡർ എടുക്കുന്നത് 7.5 ഞാനിതിൻ്റെ ഷോൾഡർ എടുക്കുന്നത്. 7.5 ഇഞ്ച് ഷോൾഡർ. അതേ സെയിം തന്നെ താഴോട്ട് നമ്മൾ 7.5 ഇഞ്ച് ആം ഹോളും എടുത്തു. ഇനി നമുക്കിതിനൊന്ന് വരച്ചു കൊടുക്കാം. ഇതാ ഷോൾഡർ 7.5, ആം ഹോളും 7.5. ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണം എടുക്കാം. ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം എനിക്ക് ഞാൻ എടുക്കുന്നത് 10 ഇഞ്ചാണ്. അപ്പം 40 ഇഞ്ച് വണ്ണം ഉള്ളൊരു ഇത് കുർത്തിയാണ് ഞാനിത് തയ്ക്കുന്നത്. അപ്പം 40 ഇഞ്ച് വണ്ണം, അപ്പം ഇതിൻ്റെ 4/1 വരുമ്പം 10 ഇഞ്ച്. 10 ഇഞ്ച് ചെസ്റ്റ് വണ്ണം നമ്മൾ എടുത്തു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തി. ഇനി ഇതിൻ്റെ ഷേപ്പ് വേണം. അപ്പം ചെസ്റ്റ് വണ്ണം എടുത്തു. ഇനി ഇതിൻ്റെ ഷേപ്പ്, ഇതാ ഷേപ്പ് 14 ഇഞ്ച് എടുത്ത് നമ്മൾ മാർക്ക് ചെയ്തു. ഇതാ 14 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടു. ഇനി ഇതിൻ്റെ ഷേപ്പ് വണ്ണം 38 ഇഞ്ച് ഷേപ്പുള്ള കുർത്തിയാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പം 38ൻ്റെ 4/1 വരുമ്പം 9.5. ഇതാ 9.5 അടയാളപ്പെടുത്തി. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തു. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ അളവെന്ന് പറയുന്നത് എന്തോ, സ്ലിറ്റ്, ഹിപ്പ് വണ്ണം. സ്ലിറ്റ് ഞാൻ എടുക്കുന്നത് 20 ഇഞ്ചാണ് സ്ലിറ്റ് എടുക്കുന്നത്. അപ്പം സ്ലിറ്റിൻ്റെ അവിടെ നമുക്കൊന്ന് അടയാളം ചെയ്യാം, അപ്പം മറന്നു പോകത്തില്ലല്ലോ. അപ്പോൾ ഒരു ടോപ്പിന് നമുക്ക് 3 അളവാണ് മെയിനായിട്ട് വരുന്നത്. ഇതേണ്ട ചെസ്റ്റ് വണ്ണം, ഇതേ ചെസ്റ്റ് വണ്ണം, ഇതാ ഷേപ്പ് വണ്ണം, ഹിപ്പ് വണ്ണം. അപ്പം ചെസ്റ്റ് എടുത്തു, ഷേപ്പ് എടുത്ു, ഇനി ഹിപ്പ് വണ്ണം. ഹിപ്പ് വണ്ണം 44 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം 44ൻ്റെ 4/1 വരുമ്പോൾ 11 ഇഞ്ച് ഹിപ്പ് വണ്ണം നമ്മൾ എടുത്തു. ഇതാ 11 ഇഞ്ച് ഹിപ്പ് വണ്ണം. 11ൻ്റെ കൂടെ ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഇവിടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പേ കൊടുക്കുന്നുള്ളൂ. ഇതാ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഇപ്പം ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കുർത്തിയാണ് ഞാനിത് തയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ താഴത്തെ വണ്ണം ഇതാ ഇവിടെ കൊടുത്ത സെയിം വണ്ണമാണ് ഇവിടെ താഴോട്ടും എടുക്കുന്നത്. അപ്പം ഇവിടെ ഇതാ 11 ഇഞ്ച് നമുക്ക് താഴെ വണ്ണം ആവശ്യമുണ്ടായിരുന്നു. അവിടെ നമ്മൾ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചും കൂടെ നമ്മൾ ഇട്ടു. ഇനി ഇതിനെ നമുക്കൊന്ന് വരച്ച് നോക്കാം. വരച്ച് യോജിപ്പിക്കാവേ. ഇവിടെയും കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈന് നമുക്ക് വരച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് അതുപോലെ ഇപ്പുറത്തോട്ട് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ താഴെ ഭാഗം ഇതാ ഇവിടെ ആയിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് ഒന്ന് ചരിച്ചു വെട്ടി കൊടുക്കണം. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ 1/2 ഇഞ്ച് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതാ ഇങ്ങനെ. എന്നിട്ട് നമുക്ക് ഇതാ കൈക്കുഴി യോജിപ്പിച്ച് കൊടുക്കാം. ഫ്രണ്ട് കൈക്കുഴിയാണ്, പിന്നെ എടുത്ത് വെട്ടി കൊടുക്കണം. ഞാനിപ്പോൾ ബാക്കിൻ്റെ കൂടെ ഉള്ളത് വരച്ചിട്ടേ ഉള്ളൂ. ഇത് ബാക്ക് കൈക്കുഴിയാണ്. ഫ്രണ്ട് വരുമ്പം ഇതാ ഇത്തിരി കൂടെ താഴോട്ട് നമ്മൾ ഇറക്കി
വെട്ടും. ദാ ഇങ്ങനെ. എന്നിട്ട് ഇത് ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കണം. വീനൊക്കെ ഇത് കോളർ കുർത്തിയല്ലേ, ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഒരു സ്ലോപ്പ് കൊടുത്തു. ഞാൻ അതൊന്ന് വരച്ചെടുക്കാം. ഇങ്ങനെ 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തു. ഇനി കോളർ കുർത്തിയല്ലേ, ഇതിന് ഇത് കോളറല്ലേ വരുന്നത്. അപ്പം നമ്മൾ കഴുത്തകലം വരുമ്പോഴത്തേന് 3.5 ഇഞ്ച് നെക്ക് വൈഡ് കൊടുത്തു. ദാ 3.5 ഇഞ്ച് നെക്ക് വൈഡ് കൊടുത്തു. 3.5 ഇഞ്ച് നെക്ക് വൈഡ്. ദാ ഇവിടെ നിന്ന് ഇങ്ങനെ 3.5 ഇഞ്ച് നെക്ക് വൈഡ് ഞാൻ കൊടുത്തു. ഇനി നമ്മൾ വീനക്കല്ലേ വെക്കുന്നേ, അപ്പം വീനക്കിന് ഒരു 6 ഇഞ്ച് കഴുത്ത് മതിയാവും. പക്ഷേ നമ്മൾ താഴോട്ട് നമ്മൾ വീനക്കല്ലേ വെക്കുന്നേ, അപ്പം 8 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇതാ 8 ഇഞ്ച് എടുത്തു. കാര്യം വി പോലെ നമുക്ക് ഇതിനുള്ളിൽ ഈ പീസ് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതാണ് കോളർ വരുന്നത്. അപ്പം എന്നിട്ട് നമ്മൾ ഈ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതാ ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇവിടെ 1/2 ഇഞ്ച്, ഇതാ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇതാ എന്നിട്ട് ദാ ഇവിടെ നിന്ന് ദാ ഈ 1/2 ഇഞ്ചിലോട്ട് യോജിപ്പിച്ച് കൊടുക്കണം, ഷേപ്പ് വരച്ചു കൊടുക്കണം. ദാ ഇങ്ങനെ ദാ വരച്ചു കൊടുക്കണം. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായോ? ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇത് ഫുൾ ലെങ്ത് എടുത്തു. 38 ഇഞ്ച് ഫുൾ ലെങ്തിലാണ് ഞാനിത് ചെയ്യുന്നത്. ഫുൾ ലെങ്തിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടു. അപ്പം 40 ഇഞ്ച് എടുത്തു. അതിനുശേഷം ഞാൻ ആദ്യം ഷോൾഡർ എടുത്തു. ഒരു വീനെക്കിൻ്റെ ഒരു കോളർ കുർത്തിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷോൾഡർ 7.5 എടുത്തു. 7.5 എടുത്തിട്ട് താഴോട്ട് ആം ഹോള് 7.5 എടുത്തു. 7.5 എടുത്തിട്ട് ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തി. 40 ഇഞ്ച് വണ്ണമുള്ളൊരു ടോപ്പാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം 40 ഇഞ്ച് ആയപ്പം 40ൻ്റെ 4 10ൻ്റെ കൂടെ ഇതാ 10 എടുത്ത് അടയാളം ചെയ്തു. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. അപ്പം 10 1 11.5. അത് കഴിഞ്ഞ് മുകളിൽ നിന്ന് താഴോട്ട് 14 ഇഞ്ച് എടുത്ത് ഷേപ്പ് വരച്ചു. ഇതാ ഇവിടെ ഷേപ്പ് വരച്ചു. ഷേപ്പ് എടുത്തത് 38 ഇഞ്ച്. 9.5 ഇഞ്ച് ഞാൻ ഷേപ്പ് കൊടുത്തു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഇനി മുകളിൽ നിന്ന് ഞാൻ താഴോട്ട് സ്ലിറ്റ് ഇറക്കം എടുത്തു. അത് 20 ഇഞ്ച് ഇറക്കമാണ്. ഇതാ ഇങ്ങനെ നമ്മൾ സ്ലിറ്റ് ഇറക്കം കൊടുത്തത്. അപ്പം 20 ഇഞ്ച് ഇറക്കത്തിലെടുത്തിട്ട് 44 ഇഞ്ചാണ് വണ്ണം എടുത്തത്. അപ്പം 44 ഇഞ്ച് വണ്ണം എടുത്തപ്പം ഞാൻ ഇവിടുന്ന് 11 ഇഞ്ചാണ് കൊടുത്തത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് കൊടുത്തു. അപ്പം ഇവിടെ 1.5 എടുത്തു. ഇവിടെ നമുക്ക് 1 മതി. അപ്പം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടോപ്പാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പം ഇതേ വണ്ണം തന്നെ ഞാൻ താഴെ എടുത്തിട്ട് ഇവിടെ ഈ 1 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് കൊടുത്തു. താഴെ നിങ്ങൾക്ക് വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീതി കൂടുതൽ ഇട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇത്ര വീതിയേ എടുത്തുള്ളൂ. ഇവിടെ താഴെ ഭാഗം ഒന്ന് ചെറുതായിട്ട് ചരിച്ച് കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ലാസ്റ്റാണ് ഞാനിവിടെ ഈ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തതും ഈ വീനെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ വീനെക്കിന് ഇവിടെ 3.5 ഇഞ്ച് അകലം കൊടുത്തു, കഴുത്തകലം കൊടുത്തു. അതിൻ്റെ താഴെ നമുക്കൊരു 6 ഇഞ്ചോളം മതി. അപ്പം നമ്മൾ കോളർ ചെയ്ത് വരുന്നതുകൊണ്ട് 8 ഇഞ്ച് കഴുത്തി ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി. 8 ഇഞ്ച് ഇറക്കം അടയാളപ്പെടുത്തിയിട്ട് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് നീക്കി ഞാനൊരു വരച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് മുകളിലോട്ട് ഞാൻ യോജിപ്പിച്ച് കൊടുത്തു. അപ്പം ഒരു വീനെക്കിൻ്റെ ഒരു കുർത്തി. ഇനി ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ വരയ്ക്കാൻ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കോളർ വെട്ടുന്നതും സ്ലീവ് വെട്ടുന്നതും കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ ബാക്കിൽ കോളർ വരുന്നതുകൊണ്ട് നമുക്ക് കഴുത്തൊന്നും വെട്ടണ്ട. ഇതുപോലൊരു അടയാളം ചെയ്ത് കൊടുത്താൽ മതി ബാക്ക് നെക്കിൽ. അപ്പം നമ്മുടെ ഷേപ്പ് തിരിച്ചറിയാൻ വേണ്ടി ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് ഇടണം. ഹിപ്പിൻ്റെ ഇവിടെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്തിടണം. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇതിവിടെ ഒരു പീസ് എടുത്ത് നമുക്കൊന്ന് ബാക്ക് പീസ് മാറ്റിയിട്ട് ഫ്രണ്ട് പീസ് വീനൊക്കെ വെട്ടാം. ഇത് ബാക്ക് പീസാണ്.
നമുക്ക് ദാ ഇങ്ങനെ ഈ വീനക്ക് ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തെടുത്തു, വീനൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ കൈക്കുഴി നമുക്കൊന്ന് എടുത്ത് വെട്ടാവേ. ഫ്രണ്ടല്ലേ എടുത്ത് വെട്ടി. ഇനി നമുക്ക് അടുത്തത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളറാണ്. ഇതിൻ്റെ കോളർ സ്റ്റിച്ച് ചെയ്യണ്ടേ? അപ്പം ഈ കോളറിൻ്റെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് എടുക്കണമായിരുന്നു, ഞാൻ കട്ട് ചെയ്ത് പോയി. അപ്പം കോളറിൻ്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദാ ഇവിടെ നിന്ന് ദാ ഇങ്ങനെ പിടിക്കണം. ഇത് കണ്ടോ, 3.5 ഇഞ്ച്. ഇവിടെ നിന്ന് ടേപ്പ് ദാ ഇതുപോലെ നമ്മൾ താഴോട്ട് പിടിക്കണം. ദേ 12 ഇഞ്ച് വന്നു. ദേ കണ്ടോ, 12 ഇഞ്ച് വന്നു. 12 ഇഞ്ചിൽ നിന്ന് നമ്മളെപ്പോഴും 2 ഇഞ്ച് താഴോട്ട് എക്സ്ട്രാ ഇട്ടിരിക്കണം. അപ്പോൾ ഈ 12 ഞാനിപ്പോൾ ഒരു 15.5 ഇഞ്ച് എടുക്കാൻ പോവാം. 12 ഒരു 2 അല്ല 3 കിടന്നോട്ടെ, 15 ഇഞ്ച് കിടന്നോട്ടെ. ഇതാ 15 ഇഞ്ച് കോളറിൻ്റെ ഇറക്കവേ. ഇതാ ഒന്നും കൂടെ കാണിച്ചു തരാം. ഈ കോളറിൻ്റെ നോക്കേണ്ടത് ദാ ഇവിടെ നിന്ന് ഇങ്ങനെ ടേപ്പ് പിടിച്ച് ദാ 3.5 അവിടെ നിന്ന് താഴോട്ട് പിടിക്കണം. താഴോട്ട് പിടിച്ച് ദാ വളച്ച് വരുമ്പോൾ ദേ 12.5 വരുന്നുണ്ട് കേട്ടോ. 12.5 അവിടെ നിന്ന് പിന്നെ താഴോട്ട് നമ്മൾ 2-3 ഇഞ്ച് കൂടുതലിടണം കോളറയിൽ. ഇങ്ങനെയാണ് അളവെടുക്കുന്നത്. ഇനി നമുക്ക് കോളർ കട്ട് ചെയ്യാം. അപ്പം ഈ പീസയിൽ ഞാൻ ദേ ഈ അജ്രക്കിൻ്റെ ഈ ഒരു പീസാണ് കോളർ വയ്ക്കുന്നത്. ഇതാണ് ഞാൻ കോളർ വയ്ക്കുന്നത്. അപ്പോൾ കോളറിന് നമ്മൾ ലെങ്ത് 15 ഇഞ്ച്. ദേ 15 ഇഞ്ച് കോളറിൻ്റെ ലെങ്ത് ഞാൻ അടയാളപ്പെടുത്തി. 15 ആയാലും 16 ആയാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ലാസ്റ്റ് എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതാ അത് ഞാൻ ഇതാ ഇവിടെ കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞാൽ ഒരു തെറ്റ് പറ്റി. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തു, പക്ഷേ ഒരു തെറ്റ് പറ്റിയതാണ്. ഞാൻ ആ പീസ് മാറ്റി വെച്ചിട്ട് വേറൊരു പീസ് എടുത്തിട്ടുണ്ട് നമുക്ക് കേട്ടോ. 15 ഇഞ്ച് എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പം 15 ഇഞ്ച്, 15ൻ്റെ കൂടെ നമ്മൾ 15 കൂടെ എടുക്കണം. 30 ഇഞ്ച് എടുക്കണേ. ഇത് കോളർ കുർത്തിയല്ലേ, ഞാൻ സാധാ കുർത്തിയുടെ ഇത് വെച്ചാണ് പറഞ്ഞു പോയത്. അപ്പോൾ കോളർ കുർത്തിയായപ്പം നമ്മൾ 30 ഇഞ്ച് എടുക്കണം. കട്ട് ചെയ്ത് 30 ഇഞ്ച് എടുക്കണം. 30 ഇഞ്ച് എടുത്ത് വേണം കട്ട് ചെയ്യാൻ. റൗണ്ട് വന്നിട്ട് കോളറായിട്ട് വരുമല്ലേ, അപ്പം 30 ഇഞ്ച് വേണം. 30 ഇഞ്ച് നമ്മൾ ലെങ്ത് 30 ഇഞ്ച് എടുത്തു. ഇനി നമ്മൾ വീതി എടുക്കുന്നത് 3 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്. 3 ഇഞ്ച് വീതിയിലുള്ള കോളറാണ് ചെയ്യുന്നത്. കറക്റ്റ് 3 ഇഞ്ച് വീതി വേണം. ദാ ഇങ്ങനെ 3 ഇഞ്ച് വീതി എടുത്തിട്ട് ഒരേപോലെ വരച്ചിടണേ. ഒരേപോലെ വരച്ചു. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാവേ. ഇതാണ് നമ്മൾ കോളർ വയ്ക്കുന്നത്. വീനെക്കിൻ്റെ കോളർ വയ്ക്കുന്നത് ഈ പീസിലാണ്. അപ്പം ലെങ്ത് 30 ഇഞ്ച്, 15 ഇഞ്ചായിരുന്നു. അതിൻ്റെ കൂടെ 15 കൂടെ കൂട്ടി മടങ്ങി വരണ്ടേ. 15 കൂടെ കൂട്ടിയിട്ട് അതിന് 30 ഇഞ്ച് എടുത്തു. 3 ഇഞ്ച് വീതി എടുത്തു. എന്നിട്ട് ഈ കോളറിനെ നമുക്കതൊന്ന് മടക്കി വയ്ക്കാം. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. ഇതിൽ ഞാനൊരു ചെറിയ സ്ലീവാണ് വെക്കുന്നത്. ഒരുപാട് ലെങ്ത് ഉള്ള സ്ലീവല്ല, ഒരു ചെറിയ സ്ലീവാണ് വെക്കുന്നത്. അപ്പം സ്ലീവിന് വേണ്ടിയിട്ട് 6 ഇഞ്ച് ലെങ്ത് കൊടുത്തു. സ്ലീവിന് എനിക്ക് 6 ഇഞ്ച് വേണം. ഇവിടെ നമ്മൾ 1 ഇഞ്ച് മടക്കി അടിക്കും. 1 ഇഞ്ച് മടക്കി അടിക്കും. 6 ഇഞ്ച് സ്ലീവ് വേണം. അപ്പം 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇടും. തയ്യൽ തുമ്പിന് 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടും. അപ്പോൾ 1 ഇഞ്ച് മടക്കി അടിക്കാനും ഇട്ടു. അത് കാണിച്ചു തരാം. ഇതാ 1 ഇഞ്ച് നമുക്ക് താഴത്തെ ഭാഗം മടക്കി അടിക്കാനും. ഇത്ര ഭാഗം മതി നമുക്ക് സ്ലീവിന്.
ഇതാണ് ലെങ്ത് ഇവിടെ തൊട്ട് ഇവിടെ വരെ 6 ഇഞ്ച് ലെങ്ത്. 1 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാനായിട്ട് 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ താഴത്തെ ഭാഗം വണ്ണം 6 ഇഞ്ച് എനിക്ക് ആവശ്യമുണ്ട്. 6 ഇഞ്ച് വണ്ണം. അതിലൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇട്ടു. അപ്പോൾ അതാ 1.5 ഇഞ്ച് ഇട്ടു. ഇനി ഈ സ്ലീവിൻ്റെ വണ്ണം എന്ന് വെച്ചാൽ ഒരു 8.5 ഇഞ്ച്. 8.5 ഇഞ്ച് ഞാൻ ദാ ഇവിടെ 8.5 ഇഞ്ച് എടുത്തു വണ്ണം. 8.5 ഇഞ്ച് വണ്ണത്തിലാണ് ഞാൻ ഈ സ്ലീവ് വയ്ക്കുന്നത്. അപ്പോൾ 8.5 ഇഞ്ച് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദാ ഇവിടെ നിന്ന് 3 ഇഞ്ച് താഴോട്ട് വരച്ചു. ഇതാ വരച്ചിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് വരച്ചു കൊടുക്കാം. സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതാ ഇതിലോട്ട് വരച്ചു. ഇനിയും 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണ്ടേ? ആ 1.5 ഇഞ്ചും കൂടെ ഇവിടെ അടയാളപ്പെടുത്തി. ഇതാ എന്നിട്ട് ഇതിനെ ഇതിലോട്ട് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ സ്ലീവ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം സ്ലീവ് കട്ട് ചെയ്തു. ഇനി ഇത് തയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ദാണ്ട് ഒരു സൈഡ് എടുത്തിട്ട് ദാണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് വരച്ചിട്ട് ദാ ഇതുപോലെ ഒന്ന് എടുത്തു വെട്ടി കൊടുക്കണം. ദാ ഇങ്ങനെ ഒന്ന് എടുത്തു വെട്ടി കൊടുക്കണം. ഫ്രണ്ട് ഭാഗത്തെ കൈക്കുട്ടിയുടെ ഭാഗം ദാ ഇവിടെ ഇങ്ങനെ എടുത്തു വെട്ടി കൊടുക്കണം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ വീനെക്കിൻ്റെ ടോപ്പ് കുർത്തി വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു. നമ്മൾ ദാണ്ട് കോളർ വെട്ടി വെച്ചിട്ടുണ്ട്, സ്ലീവ് വെട്ടി, ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നാളത്തെ ക്ലാസ്സിൽ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തരാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.